ന്യൂസ് ഡെസ്ക് നേരത്തെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച വാർത്തയുടെ തുടർച്ചയിലേക്കാണ് ഇനി. നിതിൻ രാജിന്റെ മരണത്തിൽ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് മാനേജ്മെന്റിനെതിരെയും അന്വേഷണം. പഴയങ്ങാടി മാട്ടൂൾ സ്വദേശി അബ്ദുൾ ജബ്ബാർ ഹാജിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ്. ഇയാളുടെ ഉടമസ്ഥതയിൽ കാസർഗോഡ് പൊയിനാച്ചിയിലുള്ള സെഞ്ചുറി ഡെന്റൽ കോളേജിന്റെ അംഗീകാരം നേരത്തെ നഷ്ടപ്പെട്ടിരുന്നു. കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് അംഗീകാരം റദ്ദ് ചെയ്തത്. ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. പൊയിനാച്ചി സെഞ്ചുറി ഡെന്റൽ കോളേജിന് എതിരെ നൽകിയ പരാതി നൽകിയ ആളുടെ പ്രതികരണത്തിലേക്കാണ് ആദ്യം. സെഞ്ചുറി ഡെന്റൽ കോളേജിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ അപര്യാപ്തമായിരുന്നു. അതായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു. മാലിന്യ പ്രശ്നം അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പ്രശ്നം ഹിന്ദു ഐക്യവേദിയുടെ ഒരു ജില്ലാ ഭാരവാഹി എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാനത് വളരെ വ്യക്തമായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അതുപോലെ DMO, കളക്ടർ, അങ്ങനെ ആധികാരികമായി ഞാൻ എല്ലാ സ്ഥലത്തും ആദ്യമായിട്ട് സെഞ്ചുറി ഡെന്റൽ കോളേജിനെതിരെ ആദ്യമായിട്ടൊരു പരാതി അങ്ങനെയാണ് വന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടറും DMOയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, പഞ്ചായത്ത് എല്ലാം പരിശോധിക്കുമ്പോൾ മാലിന്യ പ്രശ്നത്തിൽ ഒരു തരത്തിലുള്ള അംഗീകാരവും അതിനില്ല. പഞ്ചായത്തിൻ്റെ അംഗീകാരം പോലും ഇല്ല എന്നാണ് അന്ന് പഞ്ചായത്തിൻ്റെ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനിൽ പോയിരുന്നു. ജസ്റ്റിസ് മോഹൻകുമാർ ആയിരുന്നു ഇത് നോക്കിയിരുന്നത്. അത് അടച്ചുപൂട്ടണം എന്നുള്ള നിലപാടായിരുന്നു ജസ്റ്റിസ് മോഹൻകുമാറിനുണ്ടായിരുന്നത്. ഇത്രയും കാലത്തിനുള്ളിൽ അവർക്ക് ഈ അംഗീകാരങ്ങളൊന്നും നേടിയെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അവർ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെയോ പിൻബലത്തിലായിരുന്നു അവർ ഇങ്ങനെ നിന്നിരുന്നത്. തീർച്ചയായും എന്തിന്റെ പിൻബലത്തിലാണ് ഈ അബ്ദുൾ ജബ്ബാർ ഹാജിക്ക് ഇത്തരത്തിൽ സ്ഥാപനങ്ങൾ നടത്താൻ സാധിച്ചത് എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്. പ്രത്യേകിച്ച് മറ്റൊരു സ്ഥാപനം അതിന്റെ അനുമതി നിഷേധിക്കപ്പെട്ട സാഹചര്യം കൂടിയാണ് ഉള്ളത്. KV ബൈജു ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, ഇന്നിപ്പോൾ ഈ നിതിന്റെ ശബ്ദരേഖ പുറത്തു വന്നതോ അതാണ് നമ്മൾ ന്യൂസ് ഡെസ്കിൽ ആദ്യം തന്നെ പരിശോധിച്ചത്. അതിൽ തന്നെ ആ കുട്ടിയുടെ പ്രതികരണത്തിൽ തന്നെ വളരെ വ്യക്തമാണ് അവിടെ നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾ, ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള മാനസിക സംഘർഷം, അത് ബോധ്യമുണ്ട് അവിടുത്തെ മാനേജ്മെന്റിന്, അവിടുത്തെ സഹ അധ്യാപകർക്ക് എന്നതിലൊന്നും ഒരു തർക്കവുമില്ല. അപ്പോൾ ഇവിടെ 2 അധ്യാപകർ മാത്രമല്ല ശിക്ഷിക്കപ്പെടേണ്ടത്. യഥാർത്ഥത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന മാനേജ്മെന്റുകൾക്ക് ഇത് കൃത്യമായി ബോധ്യമുണ്ടായിട്ടും അങ്ങനെയുള്ള അധ്യാപകരെ അവിടെ തുടരാൻ അനുവദിക്കുന്നു എന്നത് മാനേജ്മെന്റ് തലത്തിൽ വലിയ വീഴ്ച തന്നെയാണ്. അപ്പോൾ ഈ മരണത്തിൻ്റെ ഉത്തരവാദികൾ എന്നത് ഇവരൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ സ്ഥാപനം ഇയാൾക്ക് നടത്താൻ സാധിക്കുന്നത്? എന്ത് സ്വാധീനമാണ് ഇയാൾക്കുള്ളത്? എന്ത് പശ്ചാത്തലമാണ് ഇയാളുടേത് എന്നത് വ്യക്തമാണോ? അഭിലാഷ്, വളരെ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്നലെ വരെ ഇത് ആരുടേതാണ് കൃത്യമായി ഒരു അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് എന്ന കാര്യത്തിൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്കൊന്നും ഒരു വ്യക്തതയുണ്ടായില്ല. അങ്ങനെയാണ് ഇതിന്റെ ഒരു അന്വേഷണം നമ്മൾ ആരംഭിക്കുന്നത്. അങ്ങനെ ഈ അന്വേഷണത്തിനൊടുവിലാണ് വലിയ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകൾ പുറത്തു വരുന്നത്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾക്ക് വരുന്ന മുമ്പ് നമുക്ക് കാസർഗോഡ് സെഞ്ചുറി ഡെന്റൽ കോളേജിന്റെ കാര്യങ്ങൾ കൂടി പറയാതെ വയ്യ. അതായത് സെഞ്ചുറി ഡെന്റൽ കോളേജ് ഈ ജബ്ബാർ ഹാജിയുടെ ഉടമസ്ഥതയിലുള്ള ഇതേ അഞ്ചരക്കണ്ടി മാനേജ്മെന്റ് ട്രസ്റ്റ് ചെയർമാനായ ജബ്ബാർ ഹാജിയുടെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ പഠനം ആശങ്കയിലായിരിക്കുന്നു എന്നതാണ്. അവിടെ അടച്ചുപൂട്ടാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ 2 വർഷമായി അവിടെ പുതിയ അഡ്മിഷൻ നടക്കുന്നില്ല. അതോടൊപ്പം ഇപ്പോഴുള്ള അവിടെയുള്ള പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംസ്ഥാനത്തെ മറ്റ് കോളേജുകളിലേക്ക് മാറ്റി നിയമിക്കണമെന്ന ഒരു ഉത്തരവ് കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു. അതായത് ആ കോളേജ് ഇപ്പോൾ പൂർണ്ണമായും അടച്ചിരിക്കുന്നു. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ കോളേജുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ വലിയ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ നിരന്തരം ചർച്ച ചെയ്തതാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ്. അത് ആ കാര്യങ്ങൾക്ക് വരും മുമ്പ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ കാര്യങ്ങൾ കൂടി പുതിയ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ജബ്ബാർ ഹാജിയുടെ ഉടമസ്ഥതയിലുള്ള ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പ്രതിസന്ധി നിൽക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ആ കെട്ടിടം നിൽക്കുന്ന ഭൂമി സംബന്ധിച്ച വലിയ തർക്കം അത് കോടതിയിലാണ്. ഇപ്പോൾ ആ ഭൂമി ഒഴിഞ്ഞു കൊടുക്കാൻ പോലും ഒരു ഹൈക്കോടതി ഉത്തരവുണ്ട്. അതിലിപ്പോൾ സ്റ്റേ ആണുള്ളത്. ഈ ജബ്ബാർ ഹാജി കാനഡിയൻ പൗരനായിരുന്നു. നേരത്തെ നിലവിലെ ഒരു സാഹചര്യം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അയാൾ കാനഡിയൻ പൗരത്വം സ്വീകരിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു. അതായത് കാസർഗോഡ് സെഞ്ചുറി ഡെന്റൽ കോളേജിലേക്കും അദ്ദേഹം എത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹം നാട്ടിൽ തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹം തിരിച്ചു പോയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇയാളെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹം
ആരാണോ അവിടെ പ്രിൻസിപ്പൽ, ഏത് കോളേജിൽ പ്രിൻസിപ്പളാണോ അവർക്ക് അതിന് പൂർണ്ണ ചുമതല, അവർക്ക് എല്ലാ സ്വാതന്ത്ര്യം നൽകിയാണ് ഇയാളുടെ പതിവ്. അങ്ങനെ ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നേരത്തെ പല വിഭാഗങ്ങൾ, അതായത് MBBS, ഫാർമസി, നിരവധി അംഗീകാരമില്ലാതെ ബൈജുവിലേക്ക് തന്നെ എത്താം. എന്തായാലും നിതിൻ രാജിന്റെ മരണത്തിൽ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് മാനേജ്മെന്റിനെതിരെ അന്വേഷണം വ്യാപിക്കുന്ന സാഹചര്യം ആണുള്ളത്. പഴയങ്ങാടി മാട്ടൂൽ സ്വദേശി അബ്ദുൾ ജബ്ബാർ ഹാജിയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ഈ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ്. അദ്ദേഹമാണ് ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിന്റെ ചെയർമാൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നേരത്തെ ഉയർന്നു വന്നത് കാസർഗോഡ് പൊയിനാച്ചിയിലുള്ള സെഞ്ചുറി ഡെന്റൽ കോളേജിനും എതിരെയായിരുന്നു. ആ കോളേജിന്റെ അംഗീകാരം റദ്ദാക്കപ്പെടുകയും ചെയ്തു. അവിടെ ഒരു പരാതിക്കാരനുണ്ടായിരുന്നു. ആ പരാതിക്കാരന്റെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. സെഞ്ചുറി ഡെന്റൽ കോളേജിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ അപര്യാപ്തമായിരുന്നു. അതായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു. മാലിന്യ പ്രശ്നം അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പ്രശ്നം ഹിന്ദു ഐക്യവേദിയിലെ ഒരു ജില്ലാ ഭാരവാഹി എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാനത് വളരെ വ്യക്തമായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അതുപോലെ DMO, കളക്ടർ, അങ്ങനെ ആധികാരികമായി ഞാൻ എല്ലാ സ്ഥലത്തും ആദ്യമായിട്ട് സെഞ്ചുറി ഡെന്റൽ കോളേജിനെതിരെ ആദ്യമായിട്ടൊരു പരാതി അങ്ങനെയാണ് വന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടറും DMOയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, പഞ്ചായത്ത് എല്ലാം പരിശോധിക്കുമ്പോൾ മാലിന്യ പ്രശ്നത്തിൽ ഒരു തരത്തിലുള്ള അംഗീകാരവും അതിനില്ല. പഞ്ചായത്തിൻ്റെ അംഗീകാരം പോലും ഇല്ല എന്നാണ് അന്ന് പഞ്ചായത്തിൻ്റെ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനിൽ പോയിരുന്നു. ജസ്റ്റിസ് മോഹൻകുമാർ ആയിരുന്നു ഇത് നോക്കിയിരുന്നത്. അത് അടച്ചുപൂട്ടണം എന്നുള്ള നിലപാടായിരുന്നു ജസ്റ്റിസ് മോഹൻകുമാറിനുണ്ടായിരുന്നത്. ഇത്രയും കാലത്തിനുള്ളിൽ അവർക്ക് ഈ അംഗീകാരങ്ങളൊന്നും നേടിയെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അവർ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെയോ പിൻബലത്തിലായിരുന്നു അവർ ഇങ്ങനെ നിന്നിരുന്നത്. ഇതായിരുന്നു ആ പരാതിക്കാരന്റെ പ്രതികരണം. അതായത് ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പരാതി ഉയരുന്നു, അങ്ങനെ അതിന്റെ അംഗീകാരം നഷ്ടപ്പെടുന്നു. ഒപ്പം ഇതാ മറ്റൊരു സ്ഥാപനം, ആ സ്ഥാപനത്തിനെതിരെ വലിയ പരാതി ഉയരുന്നു അവിടുത്തെ അധ്യാപകർക്ക് നേരെ. ആ പരാതി ഉയർന്നിട്ടുള്ള അധ്യാപകൻ, ഇപ്പോൾ റാം എന്ന പേരുള്ള അധ്യാപകൻ അവിടുത്തെ ആന്റി റാഗിംഗ് സെല്ലിന്റെ മേധാവി കൂടിയായിരുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സ്ഥാപനത്തിന്റെ ചെയർമാൻ ഉൾപ്പെടെ മറ്റ് വ്യാജരേഖ ചമയ്ക്കൽ പോലെയുള്ള കേസുകളിലെ പ്രതിയായിരുന്നു എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. അത് സംബന്ധിച്ച് സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നില്ല. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും വളരെ കൃത്യമായി പരാതി ആ വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നു. ആ പരാതി കൃത്യമായി അന്വേഷിക്കേണ്ടതും അതിൽ പരിഹാരം കണ്ടെത്തേണ്ടതുമായി ഉത്തരവാദിത്തം മാനേജ്മെന്റിനുണ്ടായിരുന്നു. അത് നിർവഹിക്കുന്നില്ല എന്നിടത്ത് തന്നെ മാനേജ്മെന്റിന്റെ കള്ളക്കളി വ്യക്തമാവുകയാണ്. അതാണല്ലോ ഇപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടതായി മാറുന്നത്. അപ്പോൾ അന്വേഷണം മാനേജ്മെന്റ് അധികൃതരിലേക്ക് കൂടി എത്തുമ്പോൾ അവരും ശിക്ഷിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഇങ്ങനെയൊക്കെ സ്ഥാപനം നടത്താൻ പറ്റുന്നവർക്ക് വലിയ സ്വാധീനമൊക്കെ ഉണ്ടാകുമല്ലോ ബൈജു. തീർച്ചയായും അഭിലാഷേ, അതിലേക്ക് തന്നെയാണ് വരുന്നത്. അതായത് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ഭൂമി സംബന്ധമായ കേസ് നടക്കുന്നുണ്ട്. അതായത് ഈ മെഡിക്കൽ കോളേജ് കെട്ടിടം അവിടെ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന തരത്തിലുള്ള ഒരു വിധി വന്നിട്ടുണ്ട്. അതിപ്പോൾ താൽക്കാലിക സ്റ്റേ മാത്രമാണുള്ളത്. അതിൽ അന്തിമ വിധി ഇനി വരാനിരിക്കുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജബ്ബാർ ഹാജിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകളുണ്ട്. അതായത് അറസ്റ്റ് വാറന്റ് പോലും നിലവിലുണ്ടായിരുന്നു. അതിപ്പോൾ സമീപകാലത്താണ് അദ്ദേഹം അതിൽ ജാമ്യം അല്ലെങ്കിൽ അത്തരത്തിൽ മുൻകൂർ അനുമതി നേടി ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹം കനേഡിയൻ പൗരനായിരുന്നു. നിലവിലെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതേ കനേഡിയൻ പൗരൻ തന്നെ തുടരുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഏതായാലും അദ്ദേഹം കനേഡിയൻ പൗരൻ, അങ്ങനെ കുറെ ആനുകൂല്യം കനേഡിയൻ പൗരൻ എന്ന നിലയിൽ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന് ഉണ്ടായിരുന്നു എന്നാണ് വാസ്തവം. അതായത് ബ്രണ്ടൻ സാഹിബിൽ നിന്നും AP എന്നാണ് ഈ ഹാജി ഈ ഒരു സ്ഥലം ഈ സ്ഥലം സ്വന്തമാക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ബ്രണ്ടൻ സാഹിബിന്റെ വലിയ ബംഗ്ലാവൊക്കെ ഇടിച്ചു പൊളിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് അവിടെ പണിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധി സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. MBBS, ഫാർമസി ഉൾപ്പെടെ, എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ വലിയ തോതിൽ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഈ അംഗീകാരം നഷ്ടപ്പെട്ട് എല്ലാം അടച്ചുപൂട്ടുന്ന സ്ഥിതിയാണ്. നിലവിൽ ഡെന്റൽ കോളേജ് മാത്രമാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കറുവപ്പെട്ട തോട്ടമുള്ളത് ഈ ഒരു കോമ്പൗണ്ടിനകത്താണ്. അതായത് 300 ഏക്കറോളമുള്ള ഈ സ്ഥലത്തിൽ 250 ഏക്കറോളം ഈ കറുവപ്പെട്ട കൃഷി ഇതിനകത്തുണ്ട്.
അത്തരത്തിൽ വലിയ തോതിൽ ദുരൂഹതകളൊക്കെ ഈ അഞ്ചരക്കണ്ടി കോളേജുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചെയർമാനുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ഇതും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു പുതിയ ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും അവിടെ നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ളവർ അധ്യാപകർ മാത്രമാണോ? പരാതി ലഭിച്ചിട്ടും ആ പരാതിയിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു? ഈ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത് എപ്രകാരമാണ്? മാനേജ്മെന്റിന് മറ്റു പലതും മറച്ചുവെക്കാനുണ്ടോ? ഇതെല്ലാം അന്വേഷണ പരിധിയിലേക്ക് എത്തേണ്ടതാണ്. അങ്ങനെ വളരെ വ്യക്തമായ അന്വേഷണം തന്നെയാണ് നടക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.